ശ്രീ ജയചന്ദ്രൻ നമ്മൾ പറഞ്ഞു വരികയായിരുന്നു, അതായത് ഒരു കാപ്പ കേസ് പ്രതി, ഒരു കഞ്ചാവ് കേസ് പ്രതി, ഒരു കൊലപാതക ശ്രമ കേസ് പ്രതി, ഈ 60 പേരിൽ ചികഞ്ഞു പോയാൽ ഇനിയും ഉണ്ടാകുമോ കുപ്രസിദ്ധർ? എന്തിനാണ് പാർട്ടിക്ക് ഇവരെയൊക്കെ? അത് മാധു, ഈ പ്രശ്നത്തിൽ ഇപ്പോൾ CPIM നേതാവ് എന്നുള്ള നിലയിലാണ് വീണ ജോർജ് MLA ആയതും പിന്നീട് രണ്ടാമത്തെ ടൈമിൽ മന്ത്രിയായതും. മന്ത്രിയുടെ പരിപാടിയല്ല, പാർട്ടി നിശ്ചയിച്ച് മന്ത്രിയെ വിളിച്ച പരിപാടിയിലാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച അവർ പങ്കെടുത്തത് പത്തനംതിട്ടയിൽ. അവിടെയാണ് താങ്കൾ ഈ പറഞ്ഞ 62 പേര് BJPയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. അതിൽ കാപ്പ കേസിലെ പ്രതിയുടെ കാര്യമാണ് ആദ്യം ചർച്ച ചെയ്തത് എല്ലാവരും. പക്ഷേ ഈ കാപ്പ കേസ് എന്ന് പറയുന്നത് അയാളുടെ കാപ്പ കേസ് പ്രതിയായിരുന്നു നേരത്തെ. ഇത്തവണ 6 മാസത്തെ കാപ്പയായിരുന്നു ഉണ്ടായിരുന്നതെന്ന് എല്ലാവർക്കും അറിയാം. 6 മാസത്തെ കാപ്പ ലിഫ്റ്റ് ചെയ്യാനുള്ള അധികാരം ജില്ലാ കളക്ടർമാർക്കാണുള്ളത്. അത് 1 വർഷമാണെന്നുണ്ടെങ്കിൽ കളക്ടറുടെ അധികാരപരിധി നിൽക്കില്ല, ADGP ലെവലിൽ പോകണം. അപ്പോൾ ഇത് 6 മാസത്തെ ആയിരുന്നു ആ കാപ്പ, അത് ലിഫ്റ്റ് ചെയ്തു. അതിനുശേഷമാണ് അയാളിങ്ങോട്ട് വരുന്നത്. നിലവിൽ ഇപ്പോൾ CPM നേതാക്കൾ തന്നെ, അവിടുത്തെ ജില്ലാ സെക്രട്ടറിയൊക്കെ തന്നെ അവകാശപ്പെട്ടതുപോലെ നിലവിൽ അയാൾ കാപ്പ പ്രതിയല്ല. പിന്നീട് വന്ന വിഷയമാണല്ലോ യദുകൃഷ്ണന്റെ വിഷയം. നമുക്ക് പ്രതിയല്ല, അത് നമ്മൾ കഴിഞ്ഞ ആ വിഷയം പ്രത്യേകമായി ചർച്ചയ്ക്കെടുത്തപ്പോഴും പറഞ്ഞു 6 മാസത്തെ കാലാവധിയായിരുന്നു. പക്ഷേ കാപ്പ കേസിലെ പ്രതിയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിൽ ഇദ്ദേഹം ഒരു അറിയപ്പെടുന്ന റൗഡി എന്നാണ് ഇൻവേർട്ടഡ് കോമയിൽ ഇട്ട് വെച്ചിരിക്കുന്നത്. മാത്രമല്ല കൊലപാതക ശ്രമക്കേസിലെ പ്രതിയാണല്ലോ അല്ലേ, അതും 1-ാം പ്രതി. അല്ലാതെ അതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണല്ലോ CPIM എന്ന രാഷ്ട്രീയ പാർട്ടി ഇവരെ CPIMലേക്ക് എടുക്കാൻ തീരുമാനിച്ചത്. അത് കഴിഞ്ഞല്ലോ, അവർ ആ തീരുമാനം കഴിഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച മാലയിട്ട് സ്വീകരിച്ചത് മന്ത്രി അടക്കം. അത് സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണല്ലോ. അതിന് അവർക്ക് അവരുടേതായുള്ള വിശദീകരണം CPIM ഇതിനകം തന്നെ നൽകിയിട്ടുമുണ്ട്. ആ കാപ്പ കേസ് പ്രതിയല്ല നിലവിലയാൾ എന്ന് ജില്ലാ സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുമുണ്ട്. അത്രയും കാര്യങ്ങൾ കേരളത്തിന് മുമ്പിൽ നിൽക്കുന്നുണ്ടല്ലോ മാധു. ശരി 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 അങ്ങ് ഓരോരുത്തരുടെ കാര്യമായി പറഞ്ഞു വരികയാണല്ലോ ശ്രീ ജയചന്ദ്രൻ, പൂർത്തിയാക്കൂ. അതല്ല, ഓരോരുത്തരുടെ കാര്യമായിട്ട് പറഞ്ഞു പോകാം എന്ന് താങ്കൾ പറഞ്ഞുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. മറ്റേത് യദുകൃഷ്ണൻ്റെ കാര്യം എന്ന് പറഞ്ഞിട്ട് അത് 8-ാം തീയതിയാണ്. 8-ാം തീയതി വൈകുന്നേരം 6:30 മണിക്കാണ് ഈ സംഭവം. ഈ പറയുന്ന പോലെ അസീസ് എന്ന് പറഞ്ഞ എക്സൈസ് പ്രിവൻറ്റീവ് ഓഫീസറും മറ്റൊരു എക്സൈസുകാരനും കൂടെ ചെന്ന് പിടിക്കുന്നത് പിന്നെ കുമ്പഴക്കടുത്ത് ഒരു പാടശേഖരത്തിലിരുന്ന് അവർ പിന്നെ മദ്യപിച്ചിരുന്നു എന്ന് അവർ തന്നെ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അവരുടെ ദേഹപരിശോധന നടത്തി ഒന്നും കണ്ടെടുത്തില്ല. സ്റ്റേഷൻ വരെ പോകണം, പെറ്റി കേസ് ചാർജ് ചെയ്യണമെന്ന് പറഞ്ഞ് ഇയാളെ മാത്രം പിടിച്ചുകൊണ്ട് പോകുന്നു. സ്റ്റേഷനിൽ ചെന്ന് ജാമ്യത്തിൽ വിട്ടയക്കുന്നു, പെറ്റി കേസിൻ്റെ ജാമ്യത്തിൽ വിട്ടയക്കുന്നു. പിന്നീട് 9-ാം തീയതിയും പ്രശ്നമൊന്നുമില്ല. 10-ാം തീയതിയാണ് ചാനൽ വാർത്തകൾ വരുന്നത്. എല്ലായിടത്തും ഒരുപോലെ തന്നെ 2 ഗ്രാം കഞ്ചാവുമായി പിടിച്ചുവെന്ന് ആദ്യവും, പിന്നീട് അതിൻ്റെ ഒരു ഉപകരണം, വലിക്കാനുള്ള ഉപകരണം ഉൾപ്പെടെ പിടിച്ചുവെന്ന് പിന്നീട് വിശദീകരണവും വ്യാഖ്യാനവും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ തന്നെ മനഃപൂർവ്വം കുടുക്കിയതാണെന്ന് കാണിച്ച് എക്സൈസ് കമ്മീഷണർക്കും ഡെപ്യൂട്ടി കമ്മീഷണർക്കും പോലീസ് സൂപ്രണ്ടിനും ഒക്കെ പിന്നെ യദുകൃഷ്ണൻ പരാതി നൽകിയിട്ടുമുണ്ട്. അയാളുടെ പരാതി അവിടെ ഇരിക്കുന്നു, മനഃപൂർവ്വം കുടുക്കിയതാണെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അങ്ങനെയല്ല, എനിക്ക് അയാളെ അറിയുക പോലുമില്ല, എനിക്ക് പ്രത്യേകിച്ച് യാതൊരു വൈരാഗ്യവുമില്ല എന്ന് അബ്ദുൽ അസീസ് എന്ന പ്രിവൻറ്റീവ് ഓഫീസർ പരസ്യമായി പറയുകയും മാധ്യമങ്ങൾ പ്രക്ഷേപണം ചെയ്തതിന് മാതൃഭൂമിയിലും വന്നതാണല്ലോ അക്കാര്യം. അപ്പോൾ അത് അയാളുടെ കാര്യം യദുകൃഷ്ണൻ പറയുന്നത് കള്ളക്കേസ് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞാണ് പരാതി കൊടുക്കുന്നത്. ആ പരാതിയും അന്വേഷിക്കട്ടെ എന്നുള്ള നിലപാടാണ് പിന്നെ ഞാൻ പറയുന്നത്. എനിക്ക് ആ നിലപാട് തന്നെയാണ് ഉള്ളത്. അയാൾക്ക് പരാതി കൊടുക്കാനുള്ള അവകാശമുണ്ട്. കള്ളക്കേസാണോ ഇല്ലയോ എന്നുള്ളത് അന്വേഷണത്തിൽ തെളിയട്ടെ, അതാണ് കാര്യം. അബ്ദുൾ അസീസിനെ സംബന്ധിച്ച് വേറെയും ആരോപണങ്ങളുണ്ട്. ആ ആരോപണങ്ങൾ ഏതായാലും ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാര്യം അത് അബ്ദുൾ അസീസിനെതിരെയുള്ള ആരോപണങ്ങളാണ്. ഇപ്പോൾ നാളെ അങ്ങോട്ടൊരു പിന്നെ സ്റ്റേഷൻ മാർച്ച് ഉണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട്. പോലീസ് സ്റ്റേഷനല്ല, എക്സൈസ് ഓഫീസിലേക്ക്. അതുണ്ട്. അത്തരം കാര്യങ്ങൾ വേറെ നടക്കുന്നുണ്ട്. യുവമോർച്ചക്കാരനാണെന്നൊരു പരാതിയുണ്ടോ? കാരണം ആദ്യഘട്ടത്തിൽ എന്ന് പറഞ്ഞത് യുവമോർച്ചക്കാരായ ഉദ്യോഗസ്ഥർ ഗൂഢാലോചന നടത്തി കള്ളക്കേസിൽ കുടുക്കി എന്നാണ്. ഈ അസീസ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥരെതിരെ അങ്ങനെ ഒരു പരാതി ഉണ്ടോ? അല്ല, എനിക്ക് പിന്നെ യദുകൃഷ്ണൻ പറയാനുള്ള അവകാശം അയാളുടെ സ്വമേധയുള്ള അറിവായിരിക്കാം, അനുഭവമായിരിക്കാം. പക്ഷേ എനിക്കങ്ങനെ പറയാനായിട്ട് കഴിയില്ലല്ലോ. അയാൾ BJPക്കാരനാണോ RSSകാരനാണോ കോൺഗ്രസ്സുകാരനാണോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ യദുകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ പിന്നെ അയാൾക്കത് അനുഭവമുള്ളതാണ്. അയാളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേസിൽ പ്രതിയാവുന്നത്. 22-ാമത്തെ വയസ്സിൽ അയാൾ ആദ്യമായിട്ടാണ് കേസിൽ പ്രതിയാവുന്നത്. ഇതുവരെ ഒരു കേസിലും പ്രതിയായിട്ടില്ല. അത് കള്ളക്കേസിൽ കൊടുക്കുകയായിരുന്നു. അത് BJP ആണ്, RSS ബന്ധമുണ്ട് എന്ന് പറയുന്നുണ്ട്. കോൺഗ്രസ് ബന്ധവും ആരോപിക്കുന്നവരുണ്ട് ആ കേസിൽ. അതുണ്ട്.
അതവിടെ നിൽക്കുന്നു. അതിന് പിന്നാലെയാണ് അതന്വേഷിക്കട്ടെ, അതന്വേഷിക്കുകയും കുറ്റക്കാരാരെന്ന് വെച്ചാൽ കണ്ടുപിടിക്കുകയോ അത് മനഃപൂർവ്വം കൊടുക്കിയതാണോ, ഈ അസീസിനെതിരെ വേറെ പന്തളത്തുണ്ടായിരുന്ന കാലത്ത് അവിടെ ഒരാളെ ഇതുപോലെ കള്ളക്കേസിൽ കൊടുക്കുന്നതായിട്ടുള്ള വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ട്. എനിക്ക് അറിഞ്ഞുകൂടാ, അത് സംബന്ധിച്ച് അറിയാതെ എനിക്ക് പ്രതികരിക്കാനും കഴിയില്ല. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നുമില്ല. എന്താണെന്നുള്ളത് പോലീസ് കണ്ടുപിടിക്കട്ടെ, എക്സൈസിൻ്റെ അന്വേഷണത്തിൽ പുനരന്വേഷണം വേണമോ ഇല്ലയോ എന്നുള്ളതൊക്കെ അവർ തീരുമാനിക്കട്ടെ. അതേ അക്കാര്യത്തിലുള്ളൂ. ഇപ്പം ഇന്ന് വന്ന പുതിയ കേസിൽ പിന്നെ അത് വേറൊരു ഇഷ്യൂ ആണല്ലോ. അതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പിന്നെ എന്താണ് വധശ്രമ കേസ്, അങ്ങനെയല്ലേ? അതല്ലേ താങ്കളും പറഞ്ഞ അതല്ലേ വധശ്രമ കേസ് എന്നല്ലേ? അതെ. അല്ല, അയാളുടെ പേരെന്താണ്? സുധീഷ് എന്നാണ്. സുധീഷ് അയാൾ വധശ്രമ കേസ് പ്രതിയായിരുന്നു. പോലീസ് പറയുന്നത് ഒളിവിലാണെന്നാണ് പറയുന്നത്. അത് സംബന്ധിച്ചൊരു കാര്യം ഇയാൾ ഈ സുധീഷ് എന്ന് പറഞ്ഞ കക്ഷി പിന്നീട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. അത് വരട്ടെ, അതിലേക്ക് വരാം. പിന്നെ ഈ സാധാരണഗതിയിൽ നമ്മുടെ കോടതി ക്രൈം ബീറ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകർക്കറിയാം ഇത്തരം കേസുകളുടെ ഒരു പശ്ചാത്തലം പെട്ടെന്ന് അറിയാൻ പറ്റും. കാരണം ഒരു കേസുണ്ടാവും. ഇപ്പോൾ എനിക്കതൊരു കേസുണ്ടാവുന്നു, ഞാൻ കോടതിയിൽ ഹാജരാവുന്നില്ലെങ്കിൽ പിന്നെ സമൻസ് അയച്ചിട്ട് ഹാജരാവുന്നില്ലെങ്കിൽ പിന്നെ വാറണ്ട് വരും. വാറണ്ട് ബ്ലാക്ക് വാറണ്ട് ആവും. പിന്നെ അത് ആ തരത്തിലുള്ള നടപടിക്രമങ്ങളുണ്ട്. അപ്പോൾ പോലീസിനെ സംബന്ധിച്ചോളം ഇങ്ങനെ വാറണ്ട് വരുന്ന പ്രതി എന്താണ് അബ്സ്കോണ്ടിങ് ആണ്. അതാണ് പോലീസിൻ്റെ റിപ്പോർട്ട്. അപ്പോൾ ഈ കേസിൽ ഇപ്പോൾ CPM ഇത്രയും പേര് വരാൻ തീരുമാനിച്ച് അവർ വന്ന സാഹചര്യത്തിൽ അതിൻ്റെ പശ്ചാത്തലത്തിലുണ്ടായൊരു കേസിൽ ആ കേസ് സെറ്റിൽ ചെയ്യാനായിട്ട് പരസ്പരം ഒത്തുതീർപ്പിന് അവർ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ്. അപ്പോൾ പിന്നെ അത് അങ്ങനെ തന്നെ അവിടുത്തെ ഏരിയ സെക്രട്ടറിയും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനെ ക്വാഷ് ചെയ്യാനായിട്ട് ഒരു ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ക്വാഷ് ചെയ്യുന്ന നടപടികളായിട്ട് ഹൈക്കോടതി മുമ്പോട്ട് പോകുന്നു. ഇതാദ്യമല്ല ഒരു കേസ് ക്വാഷ് ചെയ്യുന്നത്. SFIയുടെ ആണെങ്കിലും DYFIയുടെ ആണെങ്കിലും KSUവിൻ്റെ ആണെങ്കിലും യൂത്ത് കോൺഗ്രസിൻ്റെ ആണെങ്കിലും യുവമോർച്ചയുടെ ആണെങ്കിലും ABVPയുടെ ആണെങ്കിലും ഇത്തരം കേസുകളൊക്കെ നിരവധി കേസുകൾ ഇങ്ങനെ ഒത്തുതീർപ്പാക്കി ക്വാഷ് ചെയ്തിട്ടുള്ള വിവരം എനിക്ക് തന്നെ അറിയാവുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതൊരു മാധ്യമപ്രവർത്തനം അനായാസം അറിയാൻ കഴിയുന്ന കാര്യവുമാണത്. അത്തരത്തിലുള്ള ഒത്തുതീർപ്പുകളൊന്നും കേരളത്തിൽ പുതുതായിട്ട് നടാടെ ഉണ്ടാകുന്നൊരു കേസേ അല്ല. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് ഇയാൾ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ ജില്ലാ പ്രസിഡന്റിന് വേണ്ടി 400 വോട്ട് കള്ളവോട്ട് ഇയാൾ തന്നെ ചെയ്തു. ഇയാളുടെ സംഘം ചെയ്യിപ്പിച്ചു. ഇയാൾ തന്നെ 40 വോട്ട് ചെയ്തു എന്നീ യദുകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഈ സുധീഷിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, യദുകൃഷ്ണൻ. അങ്ങനെ പുതിയ ഡെവലപ്മെന്റ് വേറെ വരുന്നുണ്ട്. അപ്പൊ മികച്ച മാനദണ്ഡമായി ഒരു യോഗ്യതയായി ഒരുപക്ഷെ പരിഗണിച്ചിട്ടുണ്ടാവുക അല്ലെ? ഈ കഞ്ചാവ് കേസിനൊക്കെ അപ്പുറത്തേക്ക് ഈ കള്ളവോട്ട് ചെയ്യാനുള്ള ഒരു പ്രാവീണ്യമായിരിക്കാം ഒരുപക്ഷെ പാർട്ടിയിലേക്ക് എടുക്കാനുള്ള മികച്ച യോഗ്യതയായി പരിഗണിച്ചിട്ടുണ്ടാവുക. അങ്ങനെയൊക്കെ പരിഹസിക്കാനുള്ള താങ്കളുടെ സ്വാതന്ത്ര്യത്തോട് എനിക്ക് വിയോജിക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ പരിഹസിക്കുകയും ചെയ്യാം മാധുവിനെ. പക്ഷേ അവർക്ക് അവരുടെ വെർഷൻ പറയാം. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഈ ചർച്ചയിൽ പറയുകയും ചെയ്യാം. അതല്ലേ ഉള്ളൂ. സ്വന്തം പാർട്ടിയിലേക്ക് വന്ന ഇപ്പോൾ അങ്ങ് ഇടത് സഹയാത്രികനായിട്ടാണ് ഇരിക്കുന്നത്. CPMലേക്ക് വന്ന ഒരാൾ കഞ്ചാവ് കേസിലെ പ്രതിയാകുമ്പോൾ അദ്ദേഹം കൊലപാതക ശ്രമക്കേസിലെ 1ഉം 4ഉം പ്രതിയാകുന്ന സമയത്ത്, 2 പേർ 1ഉം 4ഉം പ്രതിയാകുന്ന സമയത്ത് ഒക്കെ അതിനെ ലഘൂകരിച്ച് കാണിക്കാനുള്ളൊരു വലിയ ശ്രമത്തിന് ശേഷം കോൺഗ്രസിന് വേണ്ടി കള്ളവോട്ട് ചെയ്തു എന്ന് പറയുന്നൊരു കാര്യം എടുത്തു പറഞ്ഞതുകൊണ്ട് പറഞ്ഞു പോയതാണ്. അല്ല, അത് വ്യക്തിപരമല്ല. ആ ഒരു മാനദണ്ഡത്തെക്കുറിച്ച് ഒരു തമാശ കലർന്ന രൂപത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ ശ്രീ ജയേന്ദ്രൻ.